ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 41-9 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് പരിചയമുള്ളൊരു വചനമാണ്. 41-9 സങ്കീർത്തനം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. വചനം നന്നായിട്ട് മനസ്സിലാക്കുക. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ വളരെ നോർമലായിട്ട് പോകുന്നൊരു ലൈഫായിരിക്കും. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അത്രയധികം ഇപ്പോൾ ഈ സങ്കീർത്തനം 41-9 പറഞ്ഞ പോലെ എൻ്റെ കൂടെ നിന്നവൻ, എൻ്റെ കൂടെ നിന്നവൾ, എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്ന ഒരാൾ, ഒരുമിച്ച് ചായ കുടിക്കാൻ പോയ ഒരാൾ, ഒരുമിച്ച് സിനിമയ്ക്ക് പോയ ഒരാൾ, ഒരുമിച്ച് പള്ളിയിലോട്ട് പോയ ഒരാൾ, അത്ര അടുത്ത ഒരാൾ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇങ്ങനൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്കുലയ്ക്കുന്ന, ഹൃദയം നുറുക്കുന്ന ഒരു വേദനയാണത്. കാരണം നമ്മളിങ്ങനെ പൊതുവായിട്ടൊക്കെ ഇങ്ങനെ പറയില്ലേ, ഒരു ശത്രുവാണിത് ചെയ്തെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തേനെ, പക്ഷേ ഇത് നീ ആയിപ്പോയി, എന്നോട് അത്രയും ചേർന്ന് നിന്ന് നീ എന്നോട് ഇതിങ്ങനെ ചെയ്യരുതായിരുന്നു. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചുമ്മാ ഒരു ടെൻഷൻ വരുത്തുമല്ല കേട്ടോ. ഇപ്പം ഇന്ന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായവരുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കത് സഹായമാവും തോന്നുന്നു. അല്ലെങ്കിൽ ഒരു വേദന ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുന്നുണ്ടാവും. എത്രയും പ്രിയപ്പെട്ട ഒരാളിൽ നിന്നുണ്ടായ ഒരു ചതി, ഒരു വേദന, ഒരു കുതികാലുയർത്തി നമുക്കിട്ടൊരു ചവിട്ട് തന്ന് നമ്മളെ ചവിട്ടി താഴ്ത്തി ഒരു നെഞ്ചൊലയ്ക്കുന്ന ഒരു വേദന നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. നമുക്ക് ഈ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് ഇത് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് വേറെ ആരെയല്ല, ഈശോയാണ്. ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് വായിച്ചാണ്. ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം കാനായിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കിയതോ ഇല്ലെങ്കിൽ 5,000 പേർക്ക് കൊടുത്തതോ ഒന്നുമല്ല. അതിനെക്കാട്ടും വലിയ അത്ഭുതം ഒരു വായന, ഒരു വ്യാഖ്യാനമാണ് കേട്ടോ. എഴുത്തിലിങ്ങനെ പറയാണ്, ഈശോ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഇവൻ ചതിക്കുമെന്ന് അറിഞ്ഞിട്ടും, യൂദാസിനെ കുറിച്ചാണ്, ഇവൻ ചതിക്കാൻ പോകുന്നുള്ളതെല്ലാം നന്നായിട്ട് അറിയാലോ, എന്നിട്ടും അവനെ സ്നേഹിത എന്ന് വിളിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈശോ ചെയ്തൊരു ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു അത്ഭുതം ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഈശോയുമായിട്ടൊക്കെ ഒത്തിരി താതാമ്യപ്പെടാൻ, നമ്മൾ ഈശോയെ പോലെ ആകുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആത്മീയതയുടെ ലക്ഷ്യമൊക്കെ. പക്ഷേ എവിടെയെങ്കിലും നമുക്കിപ്പോൾ 5,000 പേർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. 5,000 പേർക്കുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്ന ടീമുകളൊക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കളയും. പക്ഷേ ഈശോയെ പോലെ ഇങ്ങനെയൊക്കെ പറ്റുമോ? ഈ സങ്കീർത്തനം 41-9 പറഞ്ഞത് അതേ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകുന്നത്. ഹ്യൂമൻലി അല്ലേ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്നൊരു ചതി ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ആ ചതിക്കാൻ പോകുന്ന ആളെ ചതിക്കുകയാണെന്ന് അറിയാൻ എന്നിട്ടും ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും സ്നേഹിത, കൂട്ടുകാരി എന്നൊക്കെ വിളിക്കാൻ പറ്റണമെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്. സീരിയസ്ലി തിങ്ക് അല്ലേ, നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റുമെന്ന് അറിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അനുഭവങ്ങൾ ഇങ്ങനെ വന്നേക്കാം. ഈശോയുടെ ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണം. എളുപ്പമല്ല, എനിക്കും എളുപ്പമല്ല, നിങ്ങൾക്കും എളുപ്പമല്ല. നമ്മളെ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹിക്കാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതമൊക്കെ, നമ്മൾ ഈശോയുടെ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു എക്സ്ട്രാ നന്മ, ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു മൈൽ ദൂരം കൂടുതലും കൂടെ പോകാനുള്ള ഒരാഹ്വാനമൊക്കെ ഇവിടെയാണ് അർത്ഥമാക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിക്കുകയല്ല, ഇയാൾ എന്നെ പറ്റിക്കാൻ പോകാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുറേ മനുഷ്യരില്ലേ. മുറിവ് ചെറുതൊന്നും ആയിരിക്കില്ല. നമ്മളിങ്ങനെ പറയുന്ന പോലെ വഴി തെറ്റിയെന്ന് അറിഞ്ഞാൽ എത്ര അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊള്ളുക, തിരിച്ച് നടന്നോളുക. പക്ഷേ വഴി തെറ്റിയെന്നറിയാം, ഇയാൾ വഴി തെറ്റിക്കാമെന്നും അറിയാം, സങ്കടപ്പെടുത്താമെന്നറിയാം, പറ്റിക്കാമെന്നറിയാം. എന്നിട്ടും ഈശോയെപ്പോലെ സ്നേഹിത എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഈശോ ആ സമയത്ത് നമ്മളെ അങ്ങ് കെട്ടിപ്പിടിച്ച് കളയും. കാരണം നമുക്ക് ഈ മുറിവുകൾ അത്ര ചെറുതൊന്നുമല്ല. അങ്ങനെ കൂടുതൽ കെട്ടിപ്പിടിക്കും തോറും ഈ മുള്ളു കുത്തി നമ്മളെ നോവിച്ചുകൊണ്ടിരിക്കും. എളുപ്പമല്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഉറക്കാൻ വിടുകയാണ്. പ്രാർത്ഥിക്കാം നമുക്കൊരു കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട്. വിഷമിപ്പിച്ചവരോട് ക്ഷമിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും. ഈശോ കുരിശിൽ കിടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, അവരോട് ക്ഷമിക്കണേ അപ്പാ, എന്നാ ചെയ്യുന്നതെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഈശോയ്ക്ക് അറിയാം. അവരെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ഈശോ പോട്ടെ, സാരമില്ല, അവരറിയാഞ്ഞിട്ടല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ, ഈശോ എനിക്ക് അങ്ങനെ ഒരു കൃപ തന്നെ. കാരണം നമ്മളെല്ലാവരും മുറിപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും എവിടെയെങ്കിലും വെച്ച് ചെറുതോ വലുതോ ആയ ഇങ്ങനത്തെ ഈ കുതികാലം ഉയർത്തി ചവിട്ട് കിട്ടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദ മാറ്റർ ഈസ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എളുപ്പമല്ലാത്തതുകൊണ്ട് നമുക്കൊരു കൃപ വേണം. ഈശോയുടെ പ്രാർത്ഥിക്കാം. ഈശോയെ, നീ യൂദാസിനെ കെട്ടിപ്പിടിച്ചതുപോലെ എന്നെ വേദനിപ്പിച്ചവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, നീ കുരിശിൽ കടന്നുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച പോലെ എന്നെ അന്യായം കാണിച്ചവരോട്, എന്നോട് അനീതി കാണിച്ചവരോട് ക്ഷമിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു കൃപ തരണേ എന്ന് ഒന്ന് ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ആ പ്രാർത്ഥനയോടുകൂടി കടന്നുറങ്ങുക. ഈശോയുടെ സ്നേഹം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോയുടെ ആ ഓപ്പൺഡ് ഹാർട്ട്, തുറവിയുള്ള ഒരു ഹൃദയം നമുക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.